നമസ്തേ. ആദ്യ മാതാവായ ഹൗവയുടെ ചെവിയിൽ കൂടിയാണ് സാത്താന്റെ വചനം അവളിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ടാം ഹൗവ എന്നറിയപ്പെടുന്ന കന്യകമറിയാമിന്റെ ചെവിയിൽ കൂടിയാണ് ഗബ്രിയേൽ ദൈവത്തിന്റെ വചനം വിതയ്ക്കുക. സുറിയാനി സഭാപിതാക്കന്മാരിൽ ഒരാളായ സിറൂഗിലെ യാക്കോബിന്റെ കവിതയിലെ വരികളാണ് ഇത്. ചെവിയും കേൾവിയും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവത്തോടുള്ള അനുസരണക്കേട് ഉള്ളിൽ കടക്കുന്നതും അനുസരണം തിരികെ പിടിക്കുന്നതും കേൾവിയിലൂടെയാണ്. എന്താണ് അനുസരണം? പറഞ്ഞാൽ കേൾക്കലല്ല അനുസരണം. പിന്നെയോ പറയാതെ കേൾക്കലാണ്. പറഞ്ഞാൽ കേൾക്കുന്നവരുടെ കാലത്ത് നാട് മുടിഞ്ഞു പോകുമെന്നും പറഞ്ഞാൽ കേൾക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നുമൊക്കെയല്ലേ പഴഞ്ചൊല്ലുകൾ. ഒന്നാമത്തെ ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞത് കേട്ടില്ല. രണ്ടാം ആദാമായ മനുഷ്യപുത്രൻ ഗത്സമന തോട്ടത്തിൽ വെച്ച് പറയാതെ കേട്ടു, ദൈവഹിതം ഇന്നതെന്ന്. നിശ്ചയമായും അടക്കത്തോടും ഭയത്തോടും ചെവി കൊടുക്കേണ്ടത് അനിവാര്യതയാകുന്നു. കിംവദന്തികളുടെയും കേട്ടുകേൾവികളുടെയും പെയ്ഡ് ന്യൂസുകളുടെയും പുതിയ കാലത്ത് നമ്മുടെ കേൾവി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഭാരതീയ ദർശനപ്രകാരം ശരീരത്തിന്റെ 9 വാതിലുകളിൽ ഒന്നാണ് ചെവി. പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. ആത്മാവ് വസിക്കുന്ന ഈ മന്ദിരത്തിന് 9 വാതിലുകൾ, 2 കണ്ണുകൾ, 2 കാതുകൾ, 2 നാസാദ്വാരങ്ങൾ, 1 വായ. ശരീരത്തിന്റെ അധോഭാഗത്ത് 2. ഈ 9 വാതിലുകളെയും ജാഗ്രതയോടെ സൂക്ഷിക്കുന്നവന്റെ ഉള്ളിലാണ് വീര്യം നിറയുക, സമാധാനമുണ്ടാവുക. നാം പ്രാർത്ഥിക്കാറുണ്ട്, ശീലിപ്പിക്കെന്നെ നാഥ നിൻ കൽപ്പനയെല്ലാം പാലിച്ചുകൊണ്ട്. ഈ മൺപാത്രത്തിലെ നിധി കവർന്നു പോകാതെ ഇരിപ്പാൻ എൻ്റെ ശരീരത്തിൻ്റെ വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ എന്ന്. എൻ്റെ വായ്ക്ക് ഒരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമെന്ന് സങ്കീർത്തനവും ചൊല്ലാറുണ്ട്. കണ്ണുകൾക്ക് അടപ്പുണ്ട്, വായ പൂട്ടിവെക്കാം. ഇത് രണ്ടും അനവസരത്തിൽ തുറന്നാൽ നാസ്വദ്വാരങ്ങൾ ആരെങ്കിലും അടയ്ക്കാനും സാധ്യതയുണ്ട്. പക്ഷേ കാതിന് അടപ്പില്ല സുഹൃത്തെ. അതിൻ്റെ നിയന്ത്രണം നിന്റെ ബോധത്തിലാണ്. ഈശ്വര സംസർഗം ബോധത്തിന് നഷ്ടപ്പെടുമ്പോഴാണ് അനാവശ്യ കേൾവികൾക്കായി അത് തുറക്കപ്പെടുക. വാട്സാപ്പിലെ കുഞ്ഞുപെണ്ണ് ഹൗവയോട് പാമ്പ് പറഞ്ഞ വിധം അവതരിപ്പിച്ചത് നമുക്കുള്ള പാഠം തന്നെയാണ്. കഴിക്കരുതെന്നല്ലേ ദൈവം പറഞ്ഞത്? കാണരുത് എന്നല്ലല്ലോ. പിന്നെ തൊടരുത് എന്നല്ലല്ലോ. പറിക്കരുത് എന്നല്ലല്ലോ. മുഴുവനും കഴിക്കരുത് എന്നല്ലേ. ഇങ്ങനെ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളാൽ ചതിക്കപ്പെടുകയാണ് മനുഷ്യൻ. സ്നേഹിത, ഹൗവ കടിച്ച ആപ്പിളിൻ്റെ ബാക്കി ഭാഗം എത്രയുണ്ടെന്ന് നമ്മുടെ ഐഫോണുകളിലേക്ക് ഒന്ന് നോക്കി അറിയുക. പിന്നെ അതിൽ കാണുന്നതും കേൾക്കുന്നതും വിവേചന ബുദ്ധിയോടെ സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആദരവോടെ, സക്കീർ.